ഹരികുമാർ ശ്രീതു അഭിഹിത കഥ കേസ് വഴിതിരിച്ചുവിടാനോ? തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയായ ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുട്ടിയുടെ അമ്മയായ ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചുവെന്നാണ് പോലീസ് ഭാഷ്യം. ശ്രീതുവിന്റെയും സഹോദരൻ ഹരികുമാറിന്റെയും ഫോൺ ചാറ്റുകൾ പരിശോധിച്ച പോലീസ് ഇവർ തമ്മിൽ അരുതാത്ത ബന്ധം ഉള്ളതായി സ്ഥിരീകരിച്ചു. ഈ ബന്ധത്തിന് കുഞ്ഞൊരു തടസ്സമായതിനാലാണ് കുഞ്ഞിനെ വകവരുത്തിയത് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. എന്നാൽ ഹരികുമാറിന് ഒറ്റയ്ക്ക് ഇങ്ങനെയൊരു കൃത്യം ചെയ്യുവാൻ കഴിയുകയില്ലെന്നും അമ്മ ശ്രീതു ഒരു ഗജഫ്രോഡാണെന്നും അവർ അറിയാതെ ഈ കൊലപാതകം നടക്കില്ല എന്നും ഉറപ്പിച്ചു പറയുകയാണ് ബാലരാമപുരം കൗൺസിലർ സുനിൽ. ആ കുടുംബത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഇവരിപ്പോൾ അവിടെ താമസിക്കുന്നത് 3 വർഷക്കാലമേ ആയിട്ടുള്ളൂ വാടകയ്ക്ക് വന്നത്. ഇവർ നേരത്തെ താമസിച്ചിരുന്നതും എൻ്റെ വാർഡിൻ്റെ ഭാഗത്ത് തന്നെയാണ്. അവരുടെ ജനന സ്ഥലം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ താഴെയായിട്ട് വരുന്ന മിടാന്നൂർ കുണം കുളവറ വിളാകം ഭാഗത്താണ്. അവിടെ നിന്ന് ഇപ്പോൾ അമ്മ കോട്ടുകാൽക്കുണം ജംഗ്ഷനിലെ ക്ഷേത്രത്തിൽ കഴകമായി ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ടുള്ളത്. പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നല്ല മാന്യമായി കഴിയുന്ന നായർ സമുദായത്തിലെ വളരെ മാന്യമായൊരു ഫാമിലിയാണ്. വേറെ ഒരു കുഴപ്പക്കാരോ ഒന്നും തന്നെ ഉണ്ടാക്കുന്ന ആളുകളൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഈ സമീപകാലത്ത് ഈ കുഞ്ഞിൻ്റെ അമ്മ ശ്രീതുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായ വിഷയങ്ങൾ ഏറെ വളരെ വലുതാണ്. അത് ചെറുതൊന്നുമല്ല, വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഈ സാമ്പത്തിക വിഷയത്തിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞത് ശ്രീതുവിനിപ്പോൾ ഒരു ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറയുന്ന ഒരു 3 വർഷക്കാലമേ ആകുന്നുള്ളൂ. അതിനുശേഷമാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. പക്ഷേ ശ്രീതുവിന് കിട്ടിയത് ദേവസ്വം ബോർഡിൽ കിട്ടിയ സ്ഥിരം ജോലിയാണെന്നല്ല ഞങ്ങളിപ്പോൾ കേൾക്കുന്നത്, താൽക്കാലിക ജോലിയാണ്. അത് കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുവരെ ഒരു പെറ്റി കേസിൽ പോലും പ്രതിയായിട്ടുള്ള ആളല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 10 രൂപ ചില്ലറ വാങ്ങി എണ്ണിയെടുക്കാൻ ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഈ ഹരികുമാർ എന്ന് പറയുന്നത്. ഹരികുമാറിന് അങ്ങനെ ഒരു മെൻ്റലിൻ്റെ വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷേത്രത്തിൽ ഈ ഉത്സവ ചടങ്ങുകൾക്കൊക്കെ ഇപ്പോൾ ഈ പഞ്ചവാദ്യം അടിക്കാൻ പോകുന്ന ഒരാളാണ്. അയാൾ കൃത്യമായി ക്ഷേത്രത്തിലെ ആ ചടങ്ങുകൾക്ക് കൃത്യമായി ആരും പറയാതെ അടിച്ചു കൊടുക്കാൻ അറിയാവുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായി അയാൾക്ക് അങ്ങനെ ഒരു ഒന്നുമില്ല. പിന്നെ ശകലം ശരീരപ്രകൃത വളർച്ചയിൽ പണ്ടേ അയാൾ ഇത്തരം ഒരു രോഗമുള്ളതുപോലത്തെ ഒരു വളർച്ച കുറവാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവിക്കുന്ന മനസ്സ് ഇന്നുവരെ ഒരു കുട്ടിയെപ്പോലും നുള്ളിയതായി ഈ സംഭവത്തിൽ ഇപ്പോൾ പറയുന്നത് വരെയും അങ്ങനെ ഒരു കേസോ ഒരു പരാതിയോ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഹരികുമാറിന് ഒറ്റയ്ക്ക് ഈ ദൗത്യം ചെയ്യാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അങ്ങനെ ഹരികുമാർ ചെയ്യുന്നു എങ്കിൽ ആ വീട്ടിൽ താമസിക്കാനുണ്ടായിരിക്കുന്ന അമ്മയും സഹോദരിയും ഈ കുഞ്ഞിൻ്റെ അച്ഛനും അടക്കമുള്ള ആളുകൾ ഇത് അറിയണം. ഇവരാരും അറിയാതെ ഹരിക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ശ്രീതുവിൻ്റെ പ്രകൃതം ഞാൻ ഈ പറഞ്ഞതുപോലെ ജോലി കിട്ടിയതിന് ശേഷമാണ് ശ്രീതു ഈ തരികിടകളെല്ലാം ചെയ്തു തുടങ്ങിയത്. ആളുകളിൽ നിന്ന് കടം വാങ്ങുന്നതിലേക്ക് വേണ്ടി ശ്രീതു ഏതറ്റം വരെ തരം താഴുന്നതിനും ശ്രീതുവിന് മടിയില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം, ശ്രീതു ഒരിക്കൽ ഒരാളോട് 2 ലക്ഷം രൂപയോളം കടം വാങ്ങാൻ പോയത് ഈ കുഞ്ഞിന് അമ്മ ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഗേറ്റ് തുറന്നു കിടന്നു. കുട്ടി പുറത്തേക്ക് ഓടിപ്പോയി. അങ്ങനെ വന്ന വാഹനം ഇടിച്ച് കുട്ടി തെറിച്ച് റോഡിൽ വീണു. നട്ടെല്ലിന് പൊട്ടി കേടുണ്ടായി. ഇത് കണ്ട് ശ്രീതുവിൻ്റെ അമ്മ ഓടിപ്പോയി കിണറിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അങ്ങനെ അത്യാസന്ന നിലയിലാണെന്നാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊരു ചെറിയ ഉദാഹരണമാണ്. അതുകൊണ്ട് ഇതിലെ ഇപ്പോഴും ഞങ്ങളെപ്പോലുള്ള നാട്ടുകാർ വിശ്വസിക്കുന്നു ശ്രീതുവിലാണ്. ഞങ്ങൾ എല്ലാവരും സംശയത്തിൻ്റെ നിഴൽ കാണുന്നത്, മുന ചൂണ്ടി നിൽക്കുന്നത് ശ്രീതുവിലാണ്. അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ കുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയുന്നു. എവിടെയാണ് കുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. എന്തിനേറെ പറയാൻ, ഇന്ന് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ പോയി തൻ്റെ 30 ലക്ഷം രൂപ കളഞ്ഞുപോയി എന്ന് ശ്രീതു പരാതി കൊടുക്കാൻ പോകുന്നു. തിരിച്ച് വീണ്ടും പരാതി ഇല്ലയെന്ന് പറഞ്ഞു പോയിരുന്നു. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഈ 30 ലക്ഷം രൂപയ്ക്ക് ഇവിടെ നിന്ന് കിട്ടി. പരിസരത്ത് നിന്ന് ഒരുപാട് പേരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് ഭാര്യയോട് ആഭരണം അഴിച്ചു വാങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് അവരുടെ ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ ഭർത്താവിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടുണ്ട്. ഇത്തരുണത്തിൽ ഏതാണ്ട് ഈ അച്ഛൻ്റെ മരണം നടന്നിട്ട് ഇന്ന് 16ആണ്. ഈ 16 അതായത് മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോഴേക്കും ബന്ധുക്കളിരുന്ന് കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 58 ലക്ഷം രൂപയോളം ബാധ്യത ശ്രീതു ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഈ മരണപ്പെട്ടു പോയ കുട്ടിയുടെ അച്ഛനെ അന്ന് അവർ യോജിപ്പിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ ബന്ധുക്കൾ പറഞ്ഞു വിട്ടു എന്നാണ് ബന്ധുക്കൾ എന്നോട് പറഞ്ഞത്. ഒരു ബന്ധു എന്നോട് പറഞ്ഞത്. കാരണം ഇയാളിവിടെ സെറ്റിൽ ചെയ്താൽ ഈ 58 ലക്ഷം രൂപയും ഇയാൾ കൊടുക്കേണ്ടി വരും. അതിന് കഴിയാത്തത് കൊണ്ട് അവർ വീണ്ടും അയാളെ അങ്ങനെ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ്. കാരണം ഇവർ വർഷങ്ങളായി ഇവരൊന്ന് യോജിച്ചല്ല കഴിയുന്നത്. അമ്മയും മകളുമാണ്. ഇതിലെന്ത് ചെയ്താലും സൂത്രക്കാരികൾ. അത് അമ്മ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ല. ശ്രീതു അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും അതൊട്ടും അംഗീകരിക്കാനും വിശ്വസിക്കാനും കഴിയില്ല. ഈ മരണത്തിന് വന്നു, ചടങ്ങ് കഴിഞ്ഞാൽ പോയി. അത് കഴിഞ്ഞ് 16 അടിയന്തരത്തിന് അയാൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് വരുന്നത്. അയാൾ നാട്ടുകാരുമായിട്ട് അയാൾക്ക് പരിചയമുള്ള ഒരാളുമില്ല. ഞാനും ഒരു പക്ഷേ കൗൺസിലർ നിലയ്ക്ക് ഞാനും കാണുന്ന അയാളെ കല്യാണത്തിന് കണ്ടതിന് ശേഷം ഞാൻ ഇന്ന് അയാളെ കാണുന്നു.
ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ടത് ഒരുപക്ഷേ പോലീസ് ഹരികുമാർ ഏറ്റു, അതുകൊണ്ട് ആ വിഷയം ഒതുക്കാൻ എങ്കിൽ പോലീസ് ഒതുക്കുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക്. കാരണം ഹരികുമാറിൽ ഈ വിഷയം തീരത്തില്ല, അങ്ങനെ ഒരു കൊലപാതകം നടത്താനോട്ട് ഹരികുമാറിന് കഴിയത്തില്ല എന്നുള്ളതാണ്. എങ്കിൽ ഹരികുമാറിന് ആരാണ് കൂട്ടുനിന്നത്, ഹരികുമാറിനെ കൊണ്ട് നിശ്ചയിച്ചു എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ എനിക്ക് നേരത്തെ അറിയാൻ കഴിയും, ഇന്നലെയൊക്കെ കുട്ടിയെ അയാൾ ഉപദ്രവിക്കുന്ന ഒരു പ്രകൃതം കാണിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മെൻ്റൽ വിഷയം അയാൾക്ക് അവിടെ ഒന്നുമില്ല. തൊട്ടടുത്ത വീട്ടുകാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവട്ടെ, അങ്ങനെ പോലും ഉണ്ടായിട്ടില്ല. അത് എന്തുണ്ടെങ്കിലും ഞാൻ പറയുന്ന ആളാണ്, കാരണം എൻ്റെ പാർട്ടിക്കാരിയാണ് തൊട്ടടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭാഷണം ഉണ്ടായാലും എന്നെ ആദ്യം അറിയിക്കുന്നത് തൊട്ടടുത്ത വീട്ടിലെ ആ സഹോദരിയാണ്. അവർ പോലും ഇങ്ങനത്തെ ഒരു വിഷയം അവരറിയുന്നില്ല. സ്വാഭാവികമായിട്ട് അവരും പറയുന്നു അങ്ങനെ ഒരു ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ വലിയ ആളൊന്നും വന്നിട്ടില്ല. ഈ വന്നിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ ശ്രീധുവിൻ്റെ ഭർത്താവ് മാത്രമാണ് പുറത്തുനിന്ന് വന്നിട്ടുള്ളത്. ഇതല്ലാതെ രാവിലെ ഞാൻ ചെല്ലുമ്പോഴേക്കും എന്നോട് പറഞ്ഞത് പിന്നെ കുട്ടിയെ അതായത് 5 മണി ക്ഷേത്രത്തിൽ മുത്താരമ്മൻ ദേവി ക്ഷേത്രത്തിൽ റെക്കോർഡിട്ടതിൽ ഷെഡ്യൂൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ശ്രീധു ബാത്റൂമിലേക്ക് പോകുന്നു. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്ത് കുഞ്ഞ് കിടക്കുന്നു. അപ്പോൾ ബാത്റൂമിൽ ഇരിക്കുമ്പോഴേക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. അപ്പോൾ അമ്മ കുഞ്ഞ് കരയുന്നു എന്ന് ഞാൻ വിളിച്ചു പറയുന്നു. തിരിച്ച് ശ്രീധുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് കുഞ്ഞിനെ കാണുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഞങ്ങളെല്ലാം ഉദ്ദേശിക്കുന്ന ഞെട്ടലൂടെ ഞങ്ങൾ നിൽക്കുന്നത്, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്ന ഏതൊരു സംഘമാണ് കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത്. പക്ഷേ ഈ സമയം നോക്കുമ്പോൾ ഒരാൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു 4 മണി കഴിഞ്ഞാൽ 4:30 മണി കഴിഞ്ഞാൽ ഒരു 8-9 കുറയാത്ത ആളുകൾ കോട്ടുകാൽക്കോണം ജംഗ്ഷനിൽ ഈ വീട്ടിൻ്റെ മുൻവശത്തെ വരാന്തയിലുണ്ടാകും. ചായ കുടിക്കാനും മറ്റു വരുന്ന കൂലിപ്പണിക്കാരും അല്ലാത്ത ആളുകളുമായ ആളുകൾ. ഒരാളിനിങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകണം കണ്ടാൽ തീർച്ചയായിട്ടും അത് ആര് എന്തെന്ന് അവർ ചോദിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞതിൽ തന്നെ നമുക്ക് ബലമായ സംശയമാണ്. ഈ കുഞ്ഞിനെ പിന്നെ കാണാനില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമില്ലാത്തവർ വന്നിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞത് ഇന്നലെ 2 മണിയോടുകൂടി പരിചയമില്ലാത്തവർ വന്നു നിൽക്കുന്നത് ഈ മരിച്ചുപോയ കുട്ടിയുടെ 5 വയസ്സ് കഴിഞ്ഞ ചേച്ചി കണ്ടു എന്ന് ഈ കുട്ടി അതേ രാഗിണിയും ശ്രീധുവും പറയുന്നു. അപ്പോൾ മകൾ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, മോളെ ഇന്നലെ വന്നത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ആ കുട്ടി ഇങ്ങനെ ഇരുന്നിട്ട് അയാൾ പറഞ്ഞു, ഞാനത് വ്യക്തമായില്ല, പക്ഷേ നിഴൽ കണ്ടു. എപ്പോഴും 2 മണിയാ, ഉച്ചയ്ക്ക് 2 മണിക്കല്ല, വെളുപ്പിന് 2 മണിക്കാ. അത് ഈ കുട്ടി എങ്ങനെയുണ്ട്? അപ്പോൾ ഈ പറയുന്നത്, കാരണം ഇവർ പറയുന്നത് കേട്ട് ഒരു പക്ഷേ കുട്ടി പറയുന്നതാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീപിടുത്തത്തിൻ്റെ ലക്ഷണം അതിനകത്തുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് കൃത്രിമമായ തീപിടുത്തമാണ്. ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ റൂട്ട് മാറ്റിവിടാൻ, ദിശ മാറ്റിവിടാൻ വേണ്ടി ചെയ്തതാകും. അല്ലാതെ ആ സമയത്ത് എവിടെ തന്നെ തീ പുക ഉണ്ടാകുന്ന പുക വലിക്കുന്ന ഒരാളല്ല. അതിനകത്ത് അങ്ങനെ ഒരു തീ, അത് അടുക്കള ഭാഗവുമില്ല. അപ്പോൾ അതിനകത്തൊരു തീ വരേണ്ട കാര്യവുമില്ല. അപ്പോൾ ഈ തീ എങ്ങനെ വന്നു? ഞാൻ ചെന്ന് കയറി മുറിയിൽ നോക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, മണ്ണെണ്ണ നാറുന്നു, മണ്ണെണ്ണയുടെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു തീപിടുത്തം അവർ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് വിശ്വസിക്കാം. ആത്മഹത്യക്കുള്ള ശ്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ പുറത്ത് ചെയ്യാൻ വേണ്ടി കുഴയെ കിട്ടുന്നു എന്ന് പറയുന്നു. അത് നമുക്ക് സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം, അതിലൊന്നും ഒരാളിന് തൂങ്ങിയിരിക്കാൻ പറ്റത്തില്ല. തൂങ്ങിയാൽ തന്നെ പൊട്ടി തറയിൽ വീഴുന്നു പോകും. അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അത് ഈ രാഗിണി പറഞ്ഞൊരു ഇതാണ്. അതൊക്കെ അവർ ഞങ്ങൾ കാണുന്നത് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന പൊറോട്ട് നാടകത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം കുട്ടിയുടെ മുത്തശ്ശി രാഗിണി അലമുറയിട്ട് കരയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേ ഒരു വികാരം ഈ പറഞ്ഞതുപോലെ ശ്രീധുവിൽ ഞാൻ കാണുന്നില്ല. ശ്രീധൂർ കസേരയിലിരുന്നു കൊണ്ട് സ്വാഭാവികമായി മരണമറിഞ്ഞ് വന്നാൽ ഒരു നാട്ടുകാർക്ക് കാണാവുന്ന ഒരു പ്രകടനം മാത്രമാണ്. കരഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഏതാണെന്ന് അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ നാട്ടുകാർ കുട്ടിയെ കാണാനെന്ന് പറയുമ്പോഴേക്കും ഇരുന്ന് കരയുന്നതിൻ്റെ പകുതി ഭാഗം പോലും എനിക്ക് ശ്രീധുവിൽ കാണാൻ കഴിഞ്ഞില്ല. പുറത്തുള്ള ആളുകൾ, ഇവരുമായി ബന്ധമില്ലാത്ത ആളുകൾ ഈ കുഞ്ഞിൻ്റെ പ്രായമോർത്ത് കരയുകയാണ്. കുട്ടിയുടെ അച്ഛനുണ്ടാകും. അയാൾ കരഞ്ഞൊന്നുമില്ല, അയാൾ അങ്ങനെ നിൽക്കുന്നു, അയാൾ അങ്ങനെ നിശബ്ദനായി നിൽക്കുന്നു എന്ന് മാത്രമാണ് കാണാൻ കഴിയും. ഒരുപക്ഷേ ഇത് ചെയ്തതുകൊണ്ട് ഏത് കടക്കാരനെ പിടിച്ചു നിർത്താൻ, ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട് എന്താണ് അതിനെക്കുറിച്ച് എത്ര തന്നെ ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഇതാണ്. ഒരുപക്ഷേ ഈ സ്ഥാനത്ത് ഈ കുട്ടിയുടെ അമ്മയാണ് ആത്മഹത്യ ചെയ്തെങ്കിൽ കടക്കാരനെ പിടിച്ചു നിർത്താൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പിടിച്ചു നിർത്താൻ പറ്റും. അതാണ് ഒരു പൊതുപ്രവർത്തനമായിരിക്കും എനിക്ക് കാണാൻ കഴിയുന്നത്. ഈ ശ്രീധുവാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തത്. കടക്കാർ തീർന്നല്ലോ, കാരണം ശ്രീധുവാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ കുഞ്ഞിനെ കൊന്നതിൻ്റെ ചേതോ വികാരം എന്താണെന്ന് 100 വട്ടം ശ്രമിച്ചിട്ടും എത്ര തന്നെ ഇരുന്ന് ആലോചിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളൂ. ഹരി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകില്ലല്ലോ. ഒരു ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ, ഒരു പക്ഷേ കടയിൽ സാധനം വാങ്ങാൻ പോകണമെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ തൊട്ടടുത്ത കടയിൽ പോകുന്നില്ല, അങ്ങോട്ട് എവിടെയെങ്കിലും പോകുന്നെങ്കിൽ അമ്മ ഇല്ലാതെ ഈ ഹരിയോടും പോകില്ലല്ലോ. ഹരി വിട്ടിട്ട് പോലുമില്ല. അപ്പം പിന്നെ ഈ സംഭവത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹരി മാത്രം ചെയ്യാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ശ്രീധുവിനെ രക്ഷിക്കുവാൻ ഹരികുമാർ കുറ്റം ഏറ്റെടുത്തതാണ്. അതുകൊണ്ടാണ് തുടർച്ചയായി മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സ്പഷ്ടമാണ്. മനസ്സിൽ ലഡുപൊട്ടിയ അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റസമ്മതം നടത്തിയ ഹരികുമാറിന്റെ മൊഴികൾ അപ്പാടെ വിഴുങ്ങി ഫയൽ ക്ലോസ് ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.